ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ആന്ധ്രാപ്രദേശിലെ കുർനൂൽ എന്ന സ്ഥലത്ത്. ആന്ധ്രാപ്രദേശിലെ കുർനൂൽ എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത്. ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം ഡിസംബർ 3-ന്. ഡിസംബർ 3-നാണ് ലോക ഭിന്നശേഷി ദിനമായി ആചരിക്കുന്നത്. ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം ഡിസംബർ 1-ന്. ഡിസംബർ 1-നാണ് ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ പദവിയിലിരിക്കെ വിവാഹിതനായ ആദ്യ പ്രധാനമന്ത്രി ആര്? ഉത്തരം ആന്റണി അൽബനീസ്. ആന്റണി അൽബനീസ് ആണ് ഓസ്ട്രേലിയയിൽ പദവിയിലിരിക്കെ വിവാഹിതനായ ആദ്യ പ്രധാനമന്ത്രി. 2025 ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? ഉത്തരം ഡൽഹിയിലെ ഗാസിപൂർ. ഡൽഹിയിലെ ഗാസിപൂർ ആണ് 2025 ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന ഓഫീസ് സമുച്ചയത്തിൻ്റെ പുതിയ പേരെന്ത്? ഉത്തരം സേവാതീർത്ത്. സേവാതീർത്ത് എന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾക്കൊള്ളുന്ന ഓഫീസ് സമുച്ചയത്തിൻ്റെ പുതിയ പേര്. എത്രാമത്തെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയാണ് 2025 ഡിസംബർ 5-ന് ഡൽഹിയിൽ നടന്നത്? ഉത്തരം 23-ാമത്. 23-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയാണ് 2025 ഡിസംബർ 5-ന് ഡൽഹിയിൽ നടന്നത്. ഡിറ്റ്വ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയെ സഹായിക്കാൻ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത്? ഉത്തരം സാഗർ ബന്ധു. സാഗർ ബന്ധു എന്നാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയെ സഹായിക്കാൻ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ. ഇന്ത്യയിലെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവനുകളുടെ പുതിയ പേരെന്ത്? ഉത്തരം ലോക് ഭവൻ. ലോക് ഭവൻ എന്നാണ് ഇന്ത്യയിലെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവനുകളുടെ പുതിയ പേര്. 2025 നവംബർ 29-ന് അന്തരിച്ച കാനത്തിൽ ജമീല കേരള നിയമസഭയിൽ ഏത് മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്തിരുന്നത്? ഉത്തരം കൊയിലാണ്ടി മണ്ഡലം. 2025 നവംബർ 29-ന് അന്തരിച്ച കാനത്തിൽ ജമീല കേരള നിയമസഭയിൽ കൊയിലാണ്ടി മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്തിരുന്നത്. 2025 ഓക്സ്ഫോർഡ് വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം റേജ് ബെയ്റ്റ്. റേജ് ബെയ്റ്റ് ആണ് 2025 ഓക്സ്ഫോർഡ് വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 56-ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടിയ സിനിമ ഏത്? ഉത്തരം വിയറ്റ്നാമീസ് സിനിമയായ സ്കിൻ ഓഫ് യൂത്ത്. വിയറ്റ്നാമീസ് ചിത്രമായ സ്കിൻ ഓഫ് യൂത്ത് ആണ് 56-ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം നേടിയ സിനിമ.